WWE റോ എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബ്രദർ വേഴ്സസ് ബ്രദർ സെഗ്മെന്റ് ആണ് നടന്നത്. അതായത് ജിമ്മി യുസോ വേഴ്സസ് ജെയ് യുസോ ഇവരുടെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ഈ സെഗ്മെന്റ് കൊണ്ട് മുഴുവനായിട്ടും ഉദ്ദേശിച്ചത് ഉസോസ് ടീം പിരിഞ്ഞതും ജെയ് യുസോ ഇപ്പോൾ റോയിൽ വന്നുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് മാച്ചുകളും സിംഗിൾസ് മാച്ചായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ, അതായത് ഉസോസ് ടീം പിരിയാനും ഇങ്ങനെയെല്ലാം സംഭവിക്കാനും എല്ലാത്തിനും കാരണക്കാരൻ ജെയ് യുസോയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിമ്മി യുസോ ജെയ് യുസോനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ടാണ് ഈ സെഗ്മെന്റ് മുഴുവനായിട്ടും കൊണ്ടുപോയിട്ടുള്ളത്. അതായത് ജിമ്മി യുസോ ജെയ് യുസോട് പറഞ്ഞതാണ് നമ്മൾക്ക് ടാഗ് ടീമായി തന്നെ മുന്നോട്ട് പോകാമെന്ന്. എന്നാൽ ജെയ് യുസോ അതിന് സമ്മതിക്കാതെ ബ്ലഡ് ലൈൻ വിട്ടുകൊണ്ടും ഉസോസ് ടീം വിട്ടുകൊണ്ടും റോയിൽ വന്ന് ഒരു സിംഗിൾ റൺ ആരംഭിച്ചു, ചാമ്പ്യൻഷിപ്പ് മാച്ചുകൾ ചെയ്തു. അതായത് നീ എപ്പോഴും വലിയവനാകണം എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്തത്, എല്ലാ തെറ്റുകളും നിന്റെ പേരിൽ തന്നെയാണ് എന്ന്. പിന്നെ നീ എന്തൊക്കെ വലിയവനാവാൻ നോക്കിയാലും ഏതൊക്കെ ചാമ്പ്യൻഷിപ്പ് മാച്ചുകളുടെ പിന്നാലെ പോയാലും റെസൽമേനിയയിൽ ഞാൻ നിന്നെ തോൽപ്പിക്കും, അവിടെ നിനക്ക് മികച്ചതാവാൻ കഴിയില്ല എന്ന പോലെയും ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം ജെയ് യുസോ പറഞ്ഞത്, ഞാൻ എൻ്റെ സിംഗിൾ റൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരുപാട് ചാമ്പ്യൻഷിപ്പ് മാച്ചുകളും ഒരുപാട് നല്ല നല്ല മാച്ചുകളും എനിക്ക് കിട്ടി. എന്നാൽ ഒരുവിധം മാച്ചിലൊക്കെ ഞാൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നീ വന്നുകൊണ്ട് അതെല്ലാം തടയുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം ഞാൻ അത് ക്ഷമിച്ചു, എന്നാൽ ഇനി അത് സാധിക്കില്ല എന്നും ജെയ് യുസോ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയിൻസിന്റെ കൂടെ ജിമ്മി യുസോയ്ക്ക് വേണ്ടി താൻ തോറ്റുകൊടുത്ത കാര്യത്തെ പറ്റിയെല്ലാം ജെയ് യുസോ ഈ സെഗ്മെന്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനം ജെയ് യുസോ പറയുന്നത് റെസൽമേനിയയിൽ ബ്രദർ വേഴ്സസ് ബ്രദർ മാച്ചിൽ ജെയ് യുസോ ജിമ്മി യുസോനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നാണ്. അപ്പോൾ ഈ സെഗ്മെന്റ് വെച്ച് ഇതാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇതിനേക്കാൾ കൂടുതൽ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ സെഗ്മെന്റിന്റെ അവസാനം ജെയ് യുസോ ജിമ്മി യുസോനെ എല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം സോളോ സിക്കാവര ഇടപെടൽ മൂലം ജെയ് യുസോനെ ജിമ്മി യുസോ തിരിച്ച് സൂപ്പർ കിക്ക് എല്ലാം ചെയ്ത് ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. ആ സമയം ഫാൻസ് കോഡി റോഡ്സിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യും. അപ്പോൾ തന്നെ കോഡി റോഡ്സ് അവിടെ വന്നു. കോഡി റോഡ്സ് വന്നതിന് ശേഷം ജിമ്മി യുസോനെ എല്ലാം അറ്റാക്ക് ചെയ്ത് സോളോ സിക്കാവയ്ക്ക് ഒരു കോടി കട്ടർ കൊടുത്തു. അതിനുശേഷം ജെയ് യുസോയുടെ തീം സോങ് പ്ലേയായി ഇവരാണ് റിങ്ങിൽ ലീഡ് ചെയ്ത് നിന്നത്. അതിനുശേഷം ആഡം പിയേഴ്സ്, പോൾ ഹേമൻ ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ആഡം പിയേഴ്സ് വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പോൾ ഹേമൻ വന്ന് അവിടെ പറയുന്നത്, ഇന്ന് ജിമ്മി യുസോ സോളോ സിക്കാവ റോയിൽ വന്നത് ബ്ലഡ് ലൈൻ ടീം അല്ലെങ്കിൽ റോമൻ റെയിൻസ് വിട്ടതല്ല എന്നും റോമൻ റെയിൻസ് അവരോട് റോ വിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സ്റ്റേഡിയം വിട്ട് ഇപ്പോൾ തന്നെ അവിടെ നിന്നും പോയിട്ടുണ്ട് എന്നൊക്കെയാണ് പോൾ ഹേമൻ പറഞ്ഞത്. അതായത് ഇവര് വന്നതുകൊണ്ട് ഇനി യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കില്ല എന്നതുപോലെ. പിന്നീട് തനിക്കിന്നിവിടെ ചെറിയൊരു ബിസിനസ് ഉണ്ട് എന്ന ലെവലിൽ മെൻഷൻ ചെയ്ത് പോകും. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് റെസൽമേനിയ 40ലേക്കുള്ള ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ ടൂർണമെന്റ് മാച്ചാണ്. DIY വേഴ്സസ് ക്രീഡ് ബ്രദേഴ്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ ഏകദേശം പകുതി വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മാച്ച് മുന്നോട്ട് പോയത്. എന്നാൽ മാച്ചിന്റെ ക്ലൈമാക്സ് വളരെയധികം സെറ്റായിട്ടും ക്ലൈമാക്സിനേക്കാൾ മുൻപായിട്ട് മാച്ച് അടിപൊളിയായി പോകുന്നതായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ക്രീഡ് ബ്രദേഴ്സ് ടൊമോസ സിയമ്പയെ റോൾ പിൻ ചെയ്തുകൊണ്ട് വിൻ ചെയ്യാൻ നോക്കിയിരുന്നു. എന്നാൽ അതേ സമയം തന്നെ ജോണി ഗർഗനോ റിങ്ങിൽ കയറിക്കൊണ്ട് ഒരു സൂപ്പർ കിക്ക് ചെയ്ത് അടുത്ത സെക്കൻഡിൽ തന്നെ ടൊമോസ സിയമ്പ ക്രീഡ് ബ്രദേഴ്സിനെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ DIY ടീമാണ് വിൻ ചെയ്തത്. അതുപോലെ തന്നെ റെസൽമേനിയ 6 പാക്ക് ചാലഞ്ചിലേക്ക് ഇവർ ആഡ് ആവുകയും ചെയ്തു. അതിനുശേഷം ബാക്ക് സ്റ്റേജിൽ ആൻഡ്രോയിഡ് ജഡ്ജ്മെന്റ് ഡേ ടീമുമായി സംസാരിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് ആൻഡ്രോയിഡേക്ക് നെക്സ്റ്റ് വീക്കും നടക്കാൻ പോകുന്ന മാച്ച് ഇവർ വളരെയധികം നിരീക്ഷിക്കും എന്നൊക്കെയാണ്. പിന്നീട് ആൻഡ്രോയിഡ് അവിടെ നിന്നും പോകും. പിന്നീട് JD മെക്ഡാനിക്ക് കഴിഞ്ഞ ആഴ്ച തോറ്റതിനെ പറ്റിയെല്ലാം ഡാമിൻ പ്രീസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ റിയ റിപ്ലി ഡൊമിനിക് മിസ്റ്റീരിയോനെ അതിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് റിക്കോഷെറ്റ് ഇവർക്കൊരു മാച്ച് വരുന്നത് പോലെ, അല്ലെങ്കിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ഈ ഒരു മാച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആഡം പിയേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചു. പിന്നീട് കാൻഡീസ് ലോറെ, ഇൻഡി ഹാർട്ട്വെൽ വേഴ്സസ് കെയ്റ്റൻ കാർട്ടർ ആൻഡ് കത്താന ചാൻസ് ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ചിലും ഹീൽ ടീമായിട്ടുള്ള കാൻഡീസ് ലോറെ ടീം തന്നെയാണ് വിൻ ചെയ്തത്. ഇവർ ഫേസ് ആയിരുന്നപ്പോൾ എല്ലാ മാച്ചും തോൽക്കായിരുന്നു. നോക്കാം ഇവരുടെ ഹീൽ ടൈലിൽ നല്ല അവസരങ്ങൾ കിട്ടുമോ എന്ന്. അതിനുശേഷം ലെജൻഡ് റെസ്ലറായ നമ്മളെല്ലാം വിട്ടുപോയ ബ്രേവ് വൈറ്റിന്റെ ഒരു ഡോക്യുമെന്ററി വരുന്ന കാര്യത്തെ പറ്റി എല്ലാം WWE റോയിൽ കാണിച്ചിരുന്നു. പിന്നീട് റോ എപ്പിസോഡിൽ കോഡി റോഡ്സിന്റെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് വന്നതിന് ശേഷം ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിന്റെ കൂടെയുള്ള ഫേസ് ടു ഫേസ് സെഗ്മെന്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് പിന്നീട് റോക്ക് കളിയാക്കിയ കാര്യത്തിലേക്ക് വരും. അതായത്
റോക്ക് തന്നെ പറയുന്നുണ്ട് താൻ ഏറ്റവും വലിയൊരു ഹീലാണ് എന്നൊക്കെ. എന്നാൽ WWE ഇതിനേക്കാൾ മുൻപ് ഒരുപാട് റെസ്ലേഴ്സ് ഹീൽ ടൈം ചെയ്തിട്ടുണ്ട് എന്നും, എന്നാൽ അവരൊന്നും റോക്കിൻ്റെ പോലെയല്ല എന്നും, എന്തിന് ഇപ്പോൾ ട്രൈബൽ ചീഫായി മുന്നോട്ട് പോകുന്ന റോമൻ റെയിൻസ് പോലും റോക്ക് ചെയ്യുന്നത് പോലെ ചെയ്യില്ല എന്നൊക്കെയാണ് കോഡി റോഡ്സ് പറഞ്ഞത്. അതായത് റോമൻ റെയിൻസൊക്കെ ഒരിക്കലും വീട്ടിലിരിക്കുന്നവരെ ഇത്ര മോശമാക്കി കളിയാക്കി സംസാരിക്കില്ല, പക്ഷെ റോക്ക് വളരെ ചീപ്പായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മേനെ എല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് വളരെയധികം കളിയാക്കി സംസാരിച്ചത്. റോക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാനും നിൻ്റെ അമ്മയെ പറ്റി സംസാരിക്കാൻ പോവുകയാണ് എന്ന് കരുതി നീ പേടിക്കേണ്ട. ഞാൻ നീ പറഞ്ഞതുപോലെയൊന്നുമല്ല പറയാൻ പോകുന്നത്. ഒരു ലൈവ് ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് ഷോയിൽ കെവിൻ ഓവൻസുമായിട്ടുള്ള മാച്ചിൽ ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചത് നിൻ്റെ അമ്മയാണ്. ഞാൻ വിജയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും നിൻ്റെ അമ്മ തന്നെയാണ്. നീ ഒരു കാര്യം ചെയ്യണം, റെസൽമേനിയയിൽ മാച്ച് നടക്കുമ്പോൾ നിൻ്റെ അമ്മേനെയും കൊണ്ടുവരണം. എന്തിനാണെന്ന് വെച്ചാൽ റെസൽമേനിയയിൽ ഞാൻ ജയിക്കുമ്പോൾ എൻ്റെ അമ്മയും നിൻ്റെ അമ്മയും അത് കണ്ട് വളരെയധികം സന്തോഷിക്കും. അത് നീ കാണണം. ഈ ഒരു ലെവലിലൊക്കെയാണ് കോഡി റോഡ്സ് പറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതൽ ഈ സെഗ്മെന്റിൽ കോഡി റോഡ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ സെഗ്മെന്റിന്റെ അവസാനം പോൾ ഹേമൻ അവിടെ വരുന്നതായിട്ട് വന്നതിന് ശേഷം പോൾ ഹേമൻ അടുത്ത സ്മാക്ക് ഡൗണിൽ നടക്കാൻ പോകുന്ന കോഡി റോമൻ ഫേസ് ടു ഫേസ് സെഗ്മെന്റിൽ ബ്ലഡ് ലൈൻ ടീമിലുള്ള ആരും വരില്ല എന്നും റോമൻ റെയിൻസ് തനിയെയാണ് വരാൻ പോകുന്നത് എന്നും അതിനും തനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സിനോട് ചോദിക്കും, ആ ഒരു സെഗ്മെന്റ് നടക്കുമ്പോൾ അവിടെ ഞാൻ വരുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ. അതായത് ഞാൻ മാത്രമേ അവിടെ വരികയുള്ളൂ, അതുപോലെ തന്നെ നീ വരുന്ന സമയത്ത് ഒരാളെ പോലും കൊണ്ടുവരാൻ പാടില്ല, നിന്റെ ഫ്രണ്ട്സിനെയും ആ സെഗ്മെന്റിൽ കൊണ്ടുവരാൻ പാടില്ല, നീയോ റോമനും മാത്രമായിരിക്കും ആ സെഗ്മെന്റിൽ ഉണ്ടാവുക. പിന്നെ എനിക്കൊരു വാക്ക് തരണം, അതായത് ആ സെഗ്മെന്റ് നടക്കുന്ന സമയത്ത് റോമൻ നീ നിങ്ങളെ രണ്ടുപേരെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുകയുള്ളൂ, അതും റെസൽമേനിയ മാച്ചിനെ പറ്റി. അതല്ലാതെ അതിൽ റോക്കിനെ പറ്റി സംസാരിക്കാൻ പാടില്ല, ഫാമിലിയെ പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉറപ്പ് തരണം എന്ന ലെവലിലൊക്കെ ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും ചേർത്ത് കോഡി റോഡ്സ് കൈ കൊടുത്തുകൊണ്ട് പോൾ ഹേമൻ പറഞ്ഞിട്ടുള്ള ചില കണ്ടീഷനെല്ലാം അംഗീകരിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ അടുത്ത ആഴ്ച ഇവരുടെ ഫേസ് ടു ഫേസ് സെഗ്മെന്റ് തനിയാണ് നടക്കുന്നത്. സെഗ്മെന്റ് നടക്കുമ്പോൾ തനിയെ വരും, അവസാനം ഇവരെല്ലാവരും വരാനായിരിക്കും പ്ലാൻ. പിന്നീട് ജയ് ഉസോ ബാക്ക് സ്റ്റേജിൽ വെച്ച് കോഡി റോഡ്സിനോട് പറയുന്നത് റോമൻ റെയിൻസ് തനിച്ചായിരിക്കില്ല വരാൻ സാധ്യതയുള്ളത് എന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോഡി റോഡ്സിന് എന്നോട് പറയാമെന്നാണ് ജയ് ഉസോ പറഞ്ഞിട്ടുള്ളത് ആ സെഗ്മെന്റിൽ. അതിനുശേഷം പ്രതികാരം ചെയ്യാൻ വന്ന മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് റിക്കോഷെറ്റ്, ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൽ ചില ടൈമിലൊക്കെ JD മെക്ഡാനിക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം റിക്കോഷെറ്റ് ഒരു അവസരം കിട്ടുമ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ മാറും. പിന്നീട് വീണ്ടും JD മെക്ഡാനിക്ക് ചീറ്റ് ചെയ്തുകൊണ്ട് റിക്കോഷെറ്റിന്റെ ശ്രദ്ധ മാറ്റിക്കും. അതേസമയം തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ സെക്കൻഡ് റോപ്പിലേക്ക് ചവിട്ടിയിട്ട് 619 ചെയ്യാൻ നോക്കുമ്പോൾ റിക്കോഷെറ്റ് അത് മാറിക്കൊണ്ട് അങ്ങനെ തന്നെ റിക്കോഷെറ്റിന്റെ ഒരു റിക്കോയിൽ ഫിനിഷർ ഡൊമിനിക് മിസ്റ്റീരിയോനെ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റിക്കോഷെറ്റാണ് വിൻ ചെയ്തത്. അടുത്ത സെക്കൻഡിൽ തന്നെ JD മെക്ഡാനിക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ റിക്കോഷെറ്റ് JDനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് റോപ്പിൽ നിന്നും താഴേക്ക് മറിഞ്ഞ് റിങ് വിട്ട് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. നെക്സ്റ്റ് വീക്ക് ഇവർക്ക് തമ്മിൽ സിംഗിൾസ് മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് ചാറ്റ് ഗേബിൾ, സാമി സെയിൻ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ഇതിൽ ഇവർ കഴിഞ്ഞ ആഴ്ച നടന്ന മാച്ചിനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നത് പോലെയും ശേഷം ഈ സെഗ്മെന്റിന്റെ പകുതിക്ക് വെച്ച് ചാറ്റ് ഗേബിളിന് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ സാമി സെയിൻ മനസ്സിലാക്കുന്നു. അവസാനം സാമി സെയിൻ അതിനെപ്പറ്റിയെല്ലാം ചോദിക്കുമ്പോൾ ചാറ്റ് ഗേബിൾ ആദ്യം ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവസാനം പറയുന്നത് നിനക്ക് ഒരിക്കലും ഗന്ധറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് നൈസായിട്ട് ഇവർക്കിടയിൽ സ്പാർക്ക് വരുന്നത് പോലെ WWE കാണിക്കുന്നുണ്ട്. അതിനുശേഷം സാമി സെയിൻ വേഴ്സസ് IC ചാമ്പ്യൻ ഗന്ധർ, ഇവർക്ക് തമ്മിലുള്ള IC ചാമ്പ്യൻഷിപ്പ് കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് നടന്നിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. ഈ സെഗ്മെന്റിൽ സാമി സെയിൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ റെസൽമേനിയയിലെ ലോങ് ടൈം ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരുന്ന ഉസോസിനെ തോൽപ്പിച്ചുകൊണ്ട് മെയിൻ ഇവന്റിൽ ഇവർ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും, അതേപോലെ ഈ റെസൽമേനിയയിൽ ലോങ് ടൈം ചാമ്പ്യനായി മുന്നോട്ട് പോകുന്ന ഗന്ധറിനെ തോൽപ്പിച്ചുകൊണ്ട് താൻ റെസൽമേനിയയിൽ IC ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യും എന്നൊക്കെയാണ്. എന്നാൽ ഗന്ധർ ഇതെല്ലാം കേട്ട് ചിരിക്കുന്നതായിട്ടും അവസാനം ഗന്ധർ പറയുന്നുണ്ട്, ഞാൻ നിന്നെ റെസൽമേനിയയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എൻ്റെ കൂടെ മുൻപ് മാച്ച് ചെയ്ത നിന്റെ ഇപ്പോഴത്തെ പുതിയ ഫ്രണ്ടായ ചാറ്റ് ഗേബിളിനോട് ചോദിച്ചു നോക്ക്, എന്നിട്ട് നീ വാ, അതുപോലെ തന്നെ നിന്റെ ഇപ്പോഴത്തെ ഫ്രണ്ടായ ചാറ്റ് ഗേബിളിനെ നീ സൂക്ഷിക്കണം എന്നൊക്കെയും ഗന്ധർ സാമി സെയിനോട് പറയുന്നുണ്ട്. ശേഷം ഇവർ രണ്ടുപേരും കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് സാമി സെയിൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. സാമി സെയിൻ പോകുന്ന സമയത്ത് ക്യാമറമാൻ പിറകെ പോയപ്പോൾ
എങ്ങാനും ചാറ്റ് കേബിൾ ഒന്ന് അറ്റാക്ക് ചെയ്ത് ഇത് ട്രിപ്പിൾ ത്രെഡ് ആകുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മൾക്ക് എല്ലാവർക്കും വന്നു കാണും. അതായത് ലൈവ് ഷോ കണ്ടപ്പോൾ. എന്നാൽ സാമി സൈൻ നേരെ DIY ടീം അതുപോലെ തന്നെ മിസ് ഇവരുടെ അടുത്താണ് പോയത്. അതിനുശേഷം റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചാണ് നടന്നത്. മിസ് ആൻഡ് R-Truth വേഴ്സസ് ഇൻഡി ഷെയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ചിന്റെ അവസാനത്തിൽ മിസ്സും R-Truthും ചേർന്ന് സ്കൽ ക്രാഷിൻ ഫിനാലെയെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. അതേസമയം മിസ്സിനെ ഇവർ റിങ്ങിൽ നിന്നും പുറത്താക്കുന്നതായിട്ടും ശേഷം R-Truthനെ അറ്റാക്ക് ചെയ്യുമ്പോൾ R-Truth അങ്ങനെ തന്നെ വീഴുന്നത് പിൻ ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ തന്നെ റെഫറി കൗണ്ട് ഡൗൺ ചെയ്ത് ഈ മാച്ചിൽ R-Truth ആൻഡ് മിസ് ഇവർ വിൻ ചെയ്തു എന്ന് പറയും. അതായത് ലക്കിയിൽ ഇവർ വിൻ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും റെസൽമേനിയ ടാഗ് ടീം മാച്ചിലും ഇവർ ആഡ് ആയിട്ടുണ്ട്. പിന്നീട് സാമി സൈൻ ചാറ്റ് കേബിളിന്റെ അടുത്ത് പോയി എന്തുകൊണ്ടാണ് റെസൽമേനിയയിൽ എനിക്ക് ഗന്ധറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് നീ പറഞ്ഞത്, അതിനെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാറ്റ് കേബിൾ പറയുന്നത് മാനസികമായിട്ടും അവനെ നേരിടാൻ നീ തയ്യാറായിരിക്കണം, അതല്ലാതെ നിനക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് പോലെയാണ്. അതായത് ശരിക്കും മൈൻഡ് ഗെയിം ഇവിടെ ചെയ്യുന്നത് ചാറ്റ് കേബിൾ ആണ്. ചാറ്റ് കേബിൾ ഹീൽ ടേൺ ചെയ്യുമോ എന്നൊരു ഡൗട്ടും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും നോക്കാം. അതിനുശേഷം വേൾഡ് ചാമ്പ്യൻ സെത്ത് റോളിൻസ്, ഡ്രൂ മാക്കിൻടയർ ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് മുഴുവനായിട്ടൊന്നും പറയുന്നില്ല. ഈ സെഗ്മെന്റിൽ സെത്ത് പറയുന്നത് റെസൽമേനിയയിൽ ഡ്രൂ മാക്കിൻടയറെ തോൽപ്പിച്ചുകൊണ്ട് താൻ ചാമ്പ്യനായി മുന്നോട്ട് പോകും എന്നാണ്. അതായത് ഇതിനു മുൻപ് ഡ്രൂ മാക്കിൻടയറെ ഞാൻ 2 പ്രാവശ്യം തോൽപ്പിച്ചിട്ടുണ്ട് എന്നും ഇതിനു മുൻപ് നടന്ന റെസൽമേനിയയിൽ ബോബി ലാഷ്ലിയുടെ കൂടെ WWE ചാമ്പ്യൻഷിപ്പ് തോറ്റതുപോലെ ഈ വർഷം എൻ്റെ കൂടെ ഡ്രൂ മാക്കിൻടയർ തോൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നെ ഇതിൽ CM പങ്കിനെ മെൻഷൻ ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് CM പങ്കും ഡ്രൂ മാക്കിൻടയറുമായിട്ട് ഒരു സെഗ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡ്രൂ മാക്കിൻടയർ ഈ സെഗ്മെന്റിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ബ്ലഡ് ലൈനുമായിട്ട് നടക്കാൻ പോകുന്ന ടാഗ് ടീം മാച്ചിനെ പറ്റിയും അതിനുശേഷം ഇവർക്ക് നടക്കാൻ പോകുന്ന ചാമ്പ്യൻഷിപ്പിനെ പറ്റിയൊക്കെയാണ് ഡ്രൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് സെത്ത് ഇതുപോലെയെല്ലാം സംസാരിച്ചത്. അതിനുശേഷം ന്യൂ ഡേ വേഴ്സസ് ആൽഫ അക്കാഡമി ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടന്നു. റെസൽമേനിയ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് മാച്ചാണ്. മാച്ചിന്റെ അവസാനത്തിൽ അക്കീറോ ടൊസാവ സേവിയർ റൂട്ട്സിനെ ഫിനിഷർ ചെയ്തുകൊണ്ട് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും കോഫി കിസ്തൻ അത് തടഞ്ഞു. പിന്നീട് സേവിയർ റൂട്ട്സ് അക്കീറോ ടൊസാവനെ ഫിനിഷർ ചെയ്തുകൊണ്ട് ന്യൂ ഡേ ടീമാണ് ഈ മാച്ചിൽ വിൻ ചെയ്ത് റെസൽമേനിയ മാച്ചിലേക്ക് ആഡ് ആയത്. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് ലാസ്റ്റ് വുമൺ സ്റ്റാൻഡിംഗ് മാച്ചാണ്. ബെക്കി ലഞ്ച് വേഴ്സസ് നയ ജാക്സ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. ഈ മാച്ച് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. ഈ മാച്ചിൽ ഒരുപാട് വെപ്പൺസ് എടുത്തുകൊണ്ട് ഇവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചെയർ, ടേബിള്, കെൻഡോ സ്റ്റിക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ചെയറിന് മുകളിലേക്കെല്ലാം ബെക്കി ലഞ്ചിനെ നയ ജാക്സ് എടുത്ത് അടിക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബെക്കി ലഞ്ചിനെ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് സമോൺ ട്രാപ്പ് എല്ലാം ചെയ്തതിന് ശേഷം റിംഗ് സൈഡിൽ കൊണ്ടുപോയി ഫിനിഷർ ചെയ്ത് നയ ജാക്സ് വിൻ ചെയ്യാൻ നോക്കി. പക്ഷെ ബെക്കി റിങ്ങിന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് എസ്കേപ്പ് ആവുന്നതായിട്ട് ശേഷം മാച്ചിൻ്റെ അവസാനത്തിൽ ബെക്കി ലഞ്ച് ടേബിളിൻ്റെ മുകളിലേക്ക്, അതായത് റിങ്ങിന് മുകളിൽ നിന്നും റിങ്ങിന് പുറത്ത് വെച്ചിട്ടുള്ള ടേബിളിൻ്റെ മുകളിലേക്ക് മാൻ ഹാൻഡിൽ സ്ലാം ഫിനിഷർ നയ ജാക്സിനെ ചെയ്തുകൊണ്ട് ആ ടേബിൾ പൊട്ടിക്കുന്നതായിട്ടും അതിനുശേഷം ലാഡറിൻ്റെ മുകളിൽ കയറി ഒരു ലെഗ് ഡ്രോപ്പ് പോലെയെല്ലാം ചെയ്ത് കമന്ററി ടേബിൾ അടക്കം പൊട്ടിച്ചുകൊണ്ട് ബെക്കി ലഞ്ചാണ് ഈ ഒരു ലാസ്റ്റ് വുമൺ സ്റ്റാൻഡിംഗ് മാച്ചിൽ വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ചിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയായിട്ടുണ്ട്. മാച്ചിൽ ഒരുപാട് റിസ്ക് എടുത്ത് ബെക്കി ലഞ്ചും ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല മാച്ചും നല്ല മെയിൻ ഇവന്റ് ആയിട്ടാണ് തോന്നിയത്. ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. റോ മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്.